ക്യാപിറ്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇൻകം ഇങ്ങോട്ട് വരും. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് അല്ലെ. നേരെ തിരിച്ചു ചെയ്യുക, നമ്മളൊരു പണം കൊടുത്തിട്ട് ഒരു അസറ്റ് വാങ്ങുകയാണ്. ഇപ്പൊ ഒരു വിമാനം വാങ്ങുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനി വാങ്ങുകയാണ്, അല്ലെങ്കിൽ വലിയൊരു ഷെയർ വാങ്ങുകയാണ്. ആ രീതിയിൽ നമ്മളൊരു അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ചെലവഴിക്കുന്ന തുക, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതായത് ദൈനംദിന ചിലവല്ല, ആവർത്തിച്ച് വരുന്ന ചെലവല്ല. ഈ ഒരു കമ്പനി വാങ്ങുമ്പോൾ നമ്മൾ തുക കൊടുത്താൽ ആ ചെലവ് അവിടെ കഴിഞ്ഞു അല്ലെ. ആ രീതിയിൽ ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി വാങ്ങുകയാണ് നമ്മൾ. പുറത്തുനിന്നൊരു ടെക്നോളജി വാങ്ങണം, ISROക്ക് വേണ്ടി എന്തെങ്കിലും ഒരു റഫാൽ വിമാനങ്ങൾ വാങ്ങി, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു അസറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന തുക. അസറ്റ് വാങ്ങുമ്പോൾ മാത്രമല്ല, മറ്റു പല തരത്തിലും നമ്മൾ ചെലവഴിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു വായ്പ കൊടുക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് ഒരു വായ്പ കൊടുക്കുകയാണ്. അവിടെ നമ്മൾ ചെലവഴിക്കുന്ന തുക എന്താണ്? അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് നമുക്ക് ചെലവ് എന്ന് പറയാൻ പറ്റില്ല സത്യത്തിൽ. കാരണം എന്താണ്, നമ്മളിവിടെ ഒരു കമ്പനി വാങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ്, ഒരു അസറ്റ് എന്തെങ്കിലും ഒന്ന് വാങ്ങുകയാണ്. അപ്പൊ അവിടെ നമ്മളെ തുക ചെലവഴിക്കുന്നതിന് പകരം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു അസറ്റ് അവിടെ ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ തുക നഷ്ടപ്പെടുന്നില്ല. ഭാവിയിൽ നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ ഈ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുക കിട്ടും ചെയ്യും, തിരിച്ചു കിട്ടും ചെയ്യും. ആ രീതിയിലുള്ള ഒരു എക്സ്പെൻഡിച്ചർ ആണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആവർത്തിച്ച് വരുന്ന ചെലവുകളുണ്ട്. ഇപ്പൊ വൈദ്യുതി ബില്ല് അടക്കുക, അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവും, ലോൺ എടുത്തതിന്റെ ഇൻട്രസ്റ്റ് അടക്കാനുണ്ടാവും. പുറത്തുനിന്ന് ADBയിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ ഓരോ മാസവും ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കണമല്ലോ. ഇത് ആവർത്തിച്ച് വരുന്ന ചെലവുകളാണ്. ഈ ചെലവുകൾക്ക് പകരം നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇൻട്രസ്റ്റ് അടക്കുന്നതിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല അല്ലെ. അതിങ്ങനെ ഒരു ചെലവായിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാവുന്ന ചെലവായിട്ട് നിൽക്കുകയാണ്. അത്തരം ചെലവുകളെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഇൻകം പറഞ്ഞു, റവന്യൂ ഇൻകം പറഞ്ഞു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞു, ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് അത് ഡിഫൈൻ ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഗവൺമെന്റ് റെസീപ്റ്റ് എന്നതിന് ആദ്യം ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഒന്ന് ക്യാപിറ്റൽ റെസീറ്റ്, മറ്റൊന്ന് റവന്യൂ റെസീറ്റ്. അപ്പോൾ പറഞ്ഞ സംഗതികൾ തന്നെയാണ്. ഗവൺമെന്റ് റെസീറ്റുകളെ ക്യാപിറ്റൽ റെസീറ്റ് എന്നും റവന്യൂ റെസീറ്റ് എന്നും രണ്ടായിട്ട് ഡിവൈഡ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻകം, റവന്യൂ ഇൻകം. ഇനി ഈ റവന്യൂ ഇൻകത്തെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. അതായത് നികുതി വരുമാനം, നികുതിയേതര വരുമാനം എന്ന് പറയും അല്ലെ. നികുതി വരുമാനം, നികുതിയേതര വരുമാനം എന്ന് പറയും. അങ്ങനെ ടാക്സ് റവന്യൂയെ രണ്ടായിട്ട് വീണ്ടും റവന്യൂ റെസീറ്റിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. എന്നാൽ ക്യാപിറ്റൽ റെസീറ്റിന് നമുക്ക് പിന്നെ വേറെ ക്ലാസിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. അതൊരൊറ്റ ടൈപ്പായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തു? ഗവൺമെന്റ് റെസീറ്റിന്റെ ആദ്യം ക്യാപിറ്റൽ റെസീറ്റ് എന്നും റവന്യൂ റെസീറ്റ് എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ റവന്യൂ റെസീറ്റിനെ തന്നെ നമ്മൾ ടാക്സ് റവന്യൂ എന്നും നോൺ ടാക്സ് റവന്യൂ എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ടാക്സ് റവന്യൂവിനെ തന്നെ നമ്മൾ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്? ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ടാക്സ് റവന്യൂവിനെ തന്നെ ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ടാൻഡ BScയുടെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സ് ഏപ്രിൽ 1 തീയതി ആരംഭിക്കുകയാണ്. എലിമെൻ്ററി ബുക്ക് കീപ്പിങ്ങും അതോടൊപ്പം ജനറൽ നോളജ് കൂടിയുള്ള ഒരു പാക്കേജാണ്. ഒരു മാസത്തെ കോഴ്സിന് വെറും 899 രൂപ മാത്രമാണ് ഫീസ് ഈടാക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതോടൊപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസ് സെക്രട്ടേറിയറ്റ് OA മെയിൻസിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് കൂടി ബാച്ച് കൂടി തുടങ്ങുന്നുണ്ട്. അതിന് 499 രൂപ മാത്രമാണ് അതിന് ഫീസ് വരുന്നത്. നമ്മൾ ജനറൽ നോളജ്, ജനറൽ സയൻസ്, കറണ്ട് അഫെയർസ് തുടങ്ങിയ ഭാഗത്തൊക്കെയുള്ള ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ്
അത് MCQ സീരീസ് രൂപത്തിലാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് പുതിയ സിലബസിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കി, പുതിയ PSCയുടെ ചോദ്യ രീതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള കൃത്യമായിട്ട് പ്ലാൻ ചെയ്തെടുക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ പ്രകാരമാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ 7034327690 9544166690 ഇത് രണ്ടിലേതെങ്കിലും ഒരു നമ്പറിൽ വാട്സപ്പ് മുഖേനയോ ഫോൺ മുഖാന്തരമോ ബന്ധപ്പെടുക. നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF നോട്ട്സ് അടക്കമുള്ളവ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലാസ് ഏപ്രിൽ 1 ആരംഭിക്കും, ഏപ്രിൽ 30 അവസാനിക്കും. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഈ സ്പെഷ്യൽ ബാച്ച് ആകുമ്പോൾ അതൊരു മെയ് 10 വരെ ഉണ്ടാകും. ആ രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം നമുക്ക് ക്യാപിറ്റൽ റെസീറ്റിനെ കുറിച്ച് പറയാം. അപ്പൊ ക്യാപിറ്റൽ റെസീറ്റിന് ഒരു എക്സാമ്പിൾ ആണ് ബോറോയിങ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു തുക വായ്പ എടുക്കുകയാണ്, ADBയിൽ പോയിട്ട് അല്ലെങ്കിൽ ലോക ബാങ്കിൽ പോയിട്ട് ഒരു തുക വായ്പ എടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ ബോറോയിങ്സ് എന്ന് പറയുന്നത്. അതൊരു ക്യാപിറ്റൽ റെസീറ്റ് ആണ്. അതിനൊരു വരുമാനം എന്ന് പറയാൻ പറ്റും. അതൊരു വരുമാനമാണോ? അല്ല. ഇത് റെസീറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്ന, ഒരു ലയബിലിറ്റി വരികയാണല്ലേ. നമ്മുടെ രാജ്യം 1000 കോടി കടമെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് ഒരു 1000 കോടിയുടെ ബാധ്യത വരികയാണ്. ഈ 1000 കോടി നമ്മൾ അടച്ചു പൂട്ടാനുള്ളതാണ്. നമ്മുടെ വരുമാനമാണോ? അല്ല. അപ്പൊ ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, നമ്മുടെ വരുമാനം എന്ന് പറയാൻ പറ്റൂല. അത് നമുക്കൊരു ഒന്നുകിൽ അതൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അസറ്റ് നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഒരു ക്യാപിറ്റൽ ഇൻകം വരുമ്പോൾ ഒന്നുകിൽ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു അസറ്റ് നഷ്ടപ്പെടും. എന്താണ് ലയബിലിറ്റി അസറ്റ് എന്നുള്ളത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ നമുക്ക് അസറ്റ് എന്ന് പറയാം. ഒരു കമ്പനി, അല്ലെങ്കിൽ ഒരു വാഹനം, ഒരു ഏതെങ്കിലും ഒരു ടെക്നോളജി, ഒരു മെഷീന്, അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള ഒരു വസ്തുവിനെ, ഒരു പ്രോപ്പർട്ടി, ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം, ഒരു അസറ്റ് എന്ന് പറയാം. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനുള്ള തുകക്കെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയാം. അപ്പൊ ഒരു ക്യാപിറ്റൽ ഇൻകം വരുമ്പോൾ എന്ത് സംഭവിക്കും, ഒന്നുകിൽ ഒരു റവന്യൂ, ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും, അതായത് ഒരു ബാധ്യത വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു അസറ്റ് നഷ്ടപ്പെടും. ഈ രണ്ട് വഴിയിലൂടെയാണ് ഒരു ക്യാപിറ്റൽ ഇൻകം നമുക്ക് വരിക. ഒന്നുകിൽ ഒരു അസറ്റ് വിറ്റിട്ട് നമുക്ക് നിലവിലുണ്ടായിരുന്ന ഒരു വണ്ടി വിറ്റാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടും. അവിടെ നമുക്ക് പൈസ കിട്ടുമ്പോൾ എന്ത് നഷ്ടപ്പെടുന്നുണ്ട്, വണ്ടി നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മളൊരു ലോൺ എടുക്കുകയാണ്, അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ മേലൊരു ബാധ്യത, ഈ ലോൺ നമ്മൾ അടച്ചു കൂട്ടാനുള്ളതാണ്, അവിടെ ഒരു ബാധ്യത ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നുകിൽ ഒരു ക്യാപിറ്റൽ ഇൻകം വരുമ്പോൾ ഒരു ബാധ്യത ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു അസറ്റ് നഷ്ടപ്പെടും. അപ്പൊ ബോറോയിങ്സിന്റെ കേസിൽ അവിടെ എന്താ ചെയ്യുന്നത്, ഒരു ബാധ്യത ക്രിയേറ്റ് ചെയ്യാണ്. ബോറോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വായ്പ എടുക്കുകയാണ്, ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്നോ, ലോക ബാങ്കിൽ നിന്നോ, അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നോ ഇന്ത്യ മഹാരാജ്യം ഒരു വായ്പ എടുത്താൽ അതിനെയാണ് ബോറോയിങ്സ് എന്ന് പറയാം. ഈ ബോറോയിങ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, നമുക്ക് ഒരു ഒരു റെസീറ്റ് വരുന്നുണ്ട്, അതോടൊപ്പം നമുക്കൊരു ലയബിലിറ്റി, ഒരു ബാധ്യത കൂടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെയിൽ ഓഫ് അസറ്റ് അഥവാ പ്രൈവറ്റൈസേഷൻ. ഒരു കമ്പനിയെ പ്രൈവറ്റൈസ് ചെയ്യുക, ഒരു അസറ്റ് വിൽക്കുക, അല്ലെങ്കിൽ കമ്പനിയെ ഒരു സ്വകാര്യ വ്യക്തിക്ക് വിൽക്കുന്നതിനാണ് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയാം. അതുവഴിയും നമുക്കൊരു ക്യാപിറ്റൽ ഇൻകം വരും. അവിടെയും നമുക്ക് എന്ത് നഷ്ടപ്പെടുന്നുണ്ട്, ഒരു അസറ്റ് നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. പിന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. നമ്മളിപ്പോ ഒരു സംഖ്യ എവിടെയെങ്കിലും പോയിട്ട് ഒന്നെങ്കിൽ ഷെയറിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു സംഖ്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്ത സംഖ്യ നമ്മൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു അസറ്റ് കുറയുന്നുണ്ട്. നമ്മുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ഇതൊക്കെ നമുക്ക് അസറ്റാണ്. അപ്പൊ നമുക്ക് ഇത്രയും സംഖ്യ കിട്ടാനുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു അസറ്റായിട്ട് കണക്കാക്കി വരികയായിരുന്നു. 1 കോടി രൂപ ഇന്ന സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ ഒരു അസറ്റായിരുന്നു. അത് നമ്മൾ പിൻവലിക്കുന്നതോടുകൂടി അസറ്റിൽ 1 കോടി രൂപ എന്ത് ചെയ്യാണ്, കുറയാണ്. അസറ്റിൽ 1 കോടി രൂപ കുറയുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഒരു ഇൻകം കൂടുകയാണ്. അപ്പോൾ ഇൻകം കൂടുമ്പോൾ ഒന്നുകിൽ അസറ്റ് കുറയും, അല്ലെങ്കിൽ ലാബിലിറ്റി കൂടും അല്ലെ. പിന്നെ റിക്കവറി ഓഫ് ലോൺസ്. നമുക്ക് ലോൺ തിരിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റിന് ഒരു തുക കടം കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റിന് തുക, ഒരു ലോൺ വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ ഒരു കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു അസറ്റാണ്. അത് കിട്ടാനുള്ള ഒരു തുകയാണ് അല്ലെ. കിട്ടാനുള്ള തുകയാണ് നമ്മൾ അസറ്റ് എന്ന് പറയാം. അപ്പൊ ഈ ലോണ് എന്താണ്, ഒരു അസറ്റാണ്. അപ്പൊ ഈ റിക്കവറി ഓഫ് ലോൺ വരുമ്പോൾ കിട്ടാനുള്ള ഒരു അസറ്റിൽ നിന്ന് കുറവ് വരികയും നമുക്കൊരു ഇൻകം വരികയും ചെയ്യുന്നു. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമ്മൾ റെസീറ്റിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റവന്യൂ റെസീറ്റ് ഉണ്ട്. ഈ റവന്യൂ റെസീറ്റ്
ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യം നമുക്കതിൽ നോൺ ടാക്സ് റവന്യൂവിനെ കുറിച്ച് നോക്കാം. നോൺ ടാക്സ് റവന്യൂ ആകുമ്പോൾ എന്താണ്, കൂടുതൽ ഇല്ലേ കുറച്ചേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. എന്താണ് നോൺ ടാക്സ് റവന്യൂ? ഈ നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോ ഒരു കമ്പനിയിൽ നമ്മൾ ഷെയർ എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടും അല്ലെ. ഷെയർ ആണെങ്കിൽ ഡിവിഡൻഡ് കിട്ടും, അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. അതൊരു വരുമാനമാണ്, അത് ടാക്സ് ആണോ? അല്ല, അത് നോൺ ടാക്സ് റവന്യൂ ആണ്. അതേപോലെ പല ഫീസ് ഇനത്തില്, ഫൈൻ ഇനത്തിലൊക്കെ പണം കിട്ടും. ഈ ഫൈന് കിട്ടുന്നത് എന്താണ്? ഇപ്പൊ ഇൻകം ടാക്സ് അടക്കാൻ വൈകി. നമ്മളിപ്പോ 1 കോടി രൂപ, 1 ലക്ഷം രൂപ നമുക്ക് ഇൻകം ടാക്സ് അടക്കാനുണ്ട്. ഒരു കമ്പനിക്ക്, ഒരു വ്യക്തിക്ക് 1 ലക്ഷം രൂപ ഇൻകം ടാക്സ് ഇനത്തിൽ അടക്കാനുണ്ട്. അദ്ദേഹം അത് അടക്കേണ്ട സമയം വൈകി. അപ്പൊ ഒരു 10,000 രൂപ അതിൽ ഫൈന് വന്നു. അപ്പൊ അടുത്ത തവണ അദ്ദേഹം അടക്കുമ്പോൾ 1,10,000 രൂപയാണ് അടക്കുന്നത് അല്ലെ. 1,10,000 രൂപ അടക്കുമ്പോൾ ഈ 1 ലക്ഷം എന്താണ്? ടാക്സ് റവന്യൂ ആണല്ലേ. ഇൻകം ടാക്സ് അയാൾ അടക്കാനുള്ള ടാക്സ് റവന്യൂ ആണ് 1 ലക്ഷം. ഇതിന്റെ കൂടെ അടച്ച 10,000 എന്താണ്? അത് അദ്ദേഹത്തിന്റെ ഫൈനാണ്. അത് അടക്കാൻ വൈകിയതുകൊണ്ടുള്ള ഫൈനാണ്. ഫൈൻ എന്തല്ല, ടാക്സ് റവന്യൂ അല്ല, അതെന്താണ്? ഒരു നോൺ ടാക്സ് റവന്യൂ ആണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശബ്ദത്തിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് കൂടുതൽ ശബ്ദം വരാത്തത്, ശ്രമിക്കാത്തത് കൊണ്ടല്ല. ഓക്കെ, അപ്പൊ നോൺ ടാക്സ് റവന്യൂ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എക്സാമ്പിൾ പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ഡിവിഡൻഡ് ഉണ്ട്, പിന്നെ ഫീസ് ആൻഡ് ഫൈൻസ് ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ ഗ്രാന്റ്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഗ്രാന്റ് കിട്ടുകയാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് വേൾഡ് ബാങ്ക് ഒരു ഗ്രാന്റ് തരികയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് ഒരു ഗ്രാന്റ് കിട്ടുകയാണെങ്കിൽ അത് നോൺ ടാക്സ് റവന്യൂ ആണ്. ടാക്സ് റവന്യൂ അല്ല, നോൺ ടാക്സ് റവന്യൂ ആണ്. അതേപോലെ നമ്മളിപ്പോ സംസ്ഥാനങ്ങൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ലോൺ കൊടുത്തിട്ടുണ്ട്, വായ്പ കൊടുത്തിട്ടുണ്ട്. ഈ വായ്പ കൊടുത്തതിന് സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് തരണം അല്ലെ. കേന്ദ്രം, സംസ്ഥാനം, നമ്മൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്രമാണ് കേട്ടോ. അപ്പൊ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഒരു വായ്പ കൊടുത്തു കഴിഞ്ഞാൽ ഈ വായ്പയുടെ മേലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഈ ഇൻട്രസ്റ്റ് എന്താണ്? ടാക്സ് റവന്യൂ ആണോ? അല്ല. ക്യാപിറ്റൽ റവന്യൂ ആണോ? അതും അല്ല. അതെന്താണ്? ഒരു നോൺ ടാക്സ് റവന്യൂ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ടാക്സ് റവന്യൂയിലേക്ക് പോകാം. ടാക്സ് റവന്യൂ നമ്മൾ പറഞ്ഞു, അത് നമുക്ക് രണ്ടായിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. എന്തൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട് അല്ലെ. ഞാൻ ഈ ഭാഗം ക്ലാസ്സിൽ നേരത്തെ കൃത്യമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ആയിട്ട് തന്നെ നമ്മൾ അടക്കുന്നത്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ GST ഒക്കെ ടാക്സ് ആയിട്ട് അടക്കില്ല. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ്, നമ്മളിപ്പോ ഒരു വണ്ടി വാങ്ങുകയാണെങ്കിൽ ആ വണ്ടിക്ക് വണ്ടിയുടെ വിലയോട് കൂടി ഇത്ര രൂപ നമ്മൾ ടാക്സ് കൊടുക്കും. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് ആയിട്ട് തന്നെ അടക്കും. എക്സാമ്പിൾ ഇൻകം ടാക്സ് നമ്മൾ ടാക്സ് ആയിട്ട് തന്നെ അടക്കുക ചെയ്യാം. അത് മറ്റൊന്നിന്റെയും കൂടെ അടക്കുന്നതല്ല, ടാക്സ് ആയിട്ട് തന്നെ അടക്കുന്നതാണ് ഇൻകം ടാക്സ്. അപ്പൊ ടാക്സ് ആയിട്ട് തന്നെ അടക്കുന്നതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാ. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സേവനം വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു ടാക്സ് കൂടി അടക്കും. അത് അതിന്റെ വിലയിൽ ഇൻക്ലൂഡ് ആയിരിക്കും. ഒരു വണ്ടിന്റെ വില പറയുകയാണെങ്കിൽ ഓൺ ദി റോഡ് 10 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 8 ലക്ഷം വണ്ടിയുടെ വിലയായിരിക്കും, 2 ലക്ഷം അതിന് ടാക്സ് ആയിരിക്കും. അപ്പൊ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ഗുളികയുടെ പാക്കറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് അതിൽ റേറ്റ് നോക്കി കഴിഞ്ഞാൽ അതിൽ കാണാം മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കാണാം ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. അത് നമ്മൾ ആ സാധനം വാങ്ങുന്നതോട് കൂടി അതിന്റെ ടാക്സ് കൂടി നമ്മൾ അടക്കുന്നുണ്ട് നമ്മൾ അറിയാതെ. അതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അപ്പൊ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ എന്തൊക്കെയാ നോക്കാം. കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, വെൽത്ത് ടാക്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട്. അതായത് ഒരു നമ്മുടെ ഈ രാജ്യത്തിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ ഒരു അസറ്റ് വിൽക്കുകയാണെങ്കിൽ, ഒരു ക്യാപിറ്റൽ വിൽക്കുകയാണെങ്കിൽ ഒരു വരുമാനം ഉണ്ടാവുമല്ലോ, ആ വരുമാനത്തിൽ നിന്നൊരു ടാക്സ് ഉണ്ടാകും. അതാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. അപ്പൊ ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ എന്താണ്? GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. കസ്റ്റംസ് ടാക്സ് അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എക്സൈസ് ഡ്യൂട്ടി എന്താണ്? ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഒരാളൊരു കുപ്പി മദ്യം വാങ്ങുകയാണെങ്കിൽ ആ മദ്യത്തിന് കൂടെ അദ്ദേഹം ഒരു ടാക്സ് കൊടുക്കുന്നുണ്ട്, അതാണ് എക്സൈസ് ഡ്യൂട്ടി അല്ലെ. പിന്നെ എന്റർടൈൻമെന്റ് ടാക്സ്, അതായത് വിനോദ നികുതി, ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പൊ എന്റർടൈൻമെന്റ് ടാക്സ് എന്തല്ല, നമ്മൾ ടാക്സ് ആയിട്ടല്ല കൊടുക്കുക. നമ്മളിപ്പോ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മളൊരു ടിക്കറ്റ് എടുക്കുകയാണ്. നമ്മൾ എന്തിനാ ടിക്കറ്റ് എടുക്കുന്നത്? അവിടെ പ്രവേശന ഫീസാണ് കൊടുക്കുന്നത്. 10 രൂപയുടെ ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ 10 രൂപയിൽ ഒരു പക്ഷെ 2 രൂപ ടാക്സ് ആയിരിക്കും. ടാക്സ് വേറെയും ടിക്കറ്റിന്റെ റേറ്റ് വേറെയും അല്ല നമ്മൾ കൊടുക്കുക. നമ്മൾ ടിക്കറ്റിന് ഒരു 10 രൂപ കൊടുക്കുകയാണെങ്കിൽ ആ 10 രൂപയിൽ നിന്നും 2 രൂപ എന്തായിരിക്കും? എന്റർടൈൻമെന്റ് ടാക്സ് ആയിരിക്കും.
അത് ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ അടക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ക്യാപിറ്റൽ ഇൻകത്തെ കുറിച്ച് പറഞ്ഞു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞു, റവന്യൂ ഇൻകം പറഞ്ഞു, റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞു, അതിന്റെയൊക്കെ ഡിവിഷൻസ് ഒക്കെ പറഞ്ഞു അല്ലേ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.